മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന വി.കെ. ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം. ഖബറടക്കം എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്. 9 മണിവരെ ആലുവയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനോടുള്ള ആദരസൂചകമായി മുസ്ലിം ലീഗ് 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എപ്പോഴത്തേക്കാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇപ്പോൾ ഇവിടെ ആലുവ പെരിയാർ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംസ്കാര ചടങ്ങുകൾ അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതാണ്. ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ 9 മണി വരെയാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു സമയമായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വളരെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്ന നിരവധിയായ ആളുകൾ, പ്രവർത്തകർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല, ഈ സമീപത്തുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളരെ സുദീർഘമായ ഒരു കാലം അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറ്റബന്ധം ഈ അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് തന്നെ എല്ലാം തന്നെ ഉണ്ട്. ഇവരെല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലതവണയായി തിരക്ക് നിയന്ത്രിക്കാനുള്ളൊരു ശ്രമം. കാരണം ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്ക്, ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ വീട് ഇവിടെ പെരിയാറിൻ്റെ തീരത്താണ്. ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയായിട്ട് ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം എന്നത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. മന്ത്രി പി. രാജീവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഇന്ന് രാവിലെയും ഇവിടേക്ക് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം ഈ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം മുഴുവനായും തന്നെ ഏതാണ്ട് ഇവിടെ തന്നെ ഇന്നലെ മുതൽ കേന്ദ്രീകരിക്കുകയാണ്. അവരിപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾക്കടക്കമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകി ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന്, ഭൗതിക ശരീരം ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആലങ്ങാട് ജുമാ മസ്ജിദ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. അതിനുള്ളൊരു ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. സുദീർഘമായ ഒരു കാലം അദ്ദേഹം മട്ടാഞ്ചേരിയിലും കളമശ്ശേരി നിയോജക മണ്ഡലത്തിലുമായിട്ട് MLA ആയിരുന്നു. അതോടൊപ്പം 2 വട്ടം മന്ത്രിയായിരുന്നു. വളരെ അടുത്ത ബന്ധം എല്ലാ മണ്ഡലങ്ങളിലെയും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുമായി വിശിഷ്യ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീർത്തും സാധാരണക്കാരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരടുപ്പം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നിരവധിയായ ആളുകൾക്ക് ഇവിടെയുള്ള വസതിയിലേക്ക് സഹായങ്ങളുമായി അപേക്ഷിച്ച് എത്തുന്നവർക്ക് ഒരു മന്ത്രി എന്ന ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ, ഒരു അൻപുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം സഹായഹസ്തങ്ങൾ നീട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയും അവരുമായുള്ളൊരു അടുപ്പം എല്ലാം തന്നെ വളരെ വിപുലമാണ്. ഈ സമയത്ത് നേരത്തെയും അദ്ദേഹത്തിന് വിവാദങ്ങളിൽ അദ്ദേഹം ഉഴലുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ ചുറ്റുപാടുകളിലുമുള്ളവരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായങ്ങളെല്ലാം നിർലോഭമായിട്ട് തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ വീട്, പെരിയാറിൻ്റെ ഈ സമീപത്തുള്ള ഈ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഹായഹസ്തവും അദ്ദേഹത്തിൻ്റെ സഹായവും എല്ലാം തന്നെ പ്രതീക്ഷിച്ച് ഒട്ടനവധി പേരിലേക്ക് വരുന്ന കാര്യം പലരും ഇവിടെ അനുസ്മരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് നീട്ടുന്നു. ഇവിടെ നിന്ന് ആലങ്ങാട് ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോകുന്നത്. സംസ്കാര ചടങ്ങുകൾ അവിടെയും ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ അടക്കം അവിടെയും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകരും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്.
ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു. പലപ്പോഴും തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങൾ രോഗാവസ്ഥയിലെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ്. പാർട്ടിയുടെ പല നിലകളിലുമെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. തീർത്തും സാധാരണ പ്രവർത്തകനായി MSF-ലൂടെ പ്രവർത്തനം തുടങ്ങി പിന്നീട് ലീഗിൻ്റെ തന്നെ വളരെ സുപ്രധാനമായ പദവികളിലേക്ക് എത്തുന്നു. നിയമസഭാ നിയമസഭാ സാമാജികനാകുന്നു, മന്ത്രിയാകുന്നു. അങ്ങനെ ഈ പ്രവർത്തിച്ച കാലയളവിലെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം എല്ലാവരുമായിട്ട് തന്നെ മണ്ഡലത്തിനപ്പുറം അദ്ദേഹത്തിന് സ്ഥാപിക്കാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ വലിയ തിരക്കും കാര്യങ്ങളുമെല്ലാം തന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. വളരെയധികം ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഞളകം ഇവിടെ ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം മയ്യത്ത് നിസ്കാരത്തിന് ശേഷം അവിടെയും പൊതുദർശനത്തിന് വേണ്ടിയുള്ള ചെറിയ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അവിടെയും ഇതിനകം തന്നെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം എന്നതും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയാണ്. വൈകാതെ ഇവിടെ സംസ്കാരം നടക്കുന്ന ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഭവ്യ, എന്തായാലും മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങിനായി ആലങ്ങാട് ജുമാ മസ്ജിദിലോട്ട് കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് VK ഇബ്രാഹിം കുഞ്ഞിന് കേരളം വിട നൽകുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.